ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിബ് അടയ്ക്കാനും തുറക്കാനൊക്കെ കുറച്ച് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വാസ്ലിനാണ് കേട്ടോ. അപ്പോൾ വാസ്ലിന് കുറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ, അതായത് ഈ സിബ് ഈ ഓടിക്കുന്ന ആ ഒരു സൈഡിൽ കുറച്ച് തേച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് സിബ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂൾ ബാഗിലും അതുപോലെ തന്നെ കുട്ടികളുടെ കിറ്റിലും ഒക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പേഴ്സിൽ, ബാഗ്, ഏത് തരം ബാഗ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ്സിൽ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, വളരെ സ്മൂത്തായി കിട്ടും കുറച്ചുകൂടെ. അതേപോലെ തന്നെയാണ് മറ്റൊരു ടിപ്പ് പറയുന്നത്. അതിലൊക്കെ പ്രത്യേകിച്ച് കീ ഇടുന്ന സമയത്ത് തുറക്കാനോ അടക്കാനൊക്കെ കുറച്ചൊരു ടൈറ്റ്നെസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല. ഇത് കണ്ടോ, ഇത് കുടുങ്ങി കിടക്കാണ്. അതൊക്കെ പേ കിട്ടിയത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു താക്കോലിൻ്റെ ഈ ഒരു സൈഡിലും കുറച്ച് വാസന ഇട്ട് കൊടുക്കാം. വാസന ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു എന്തായാലും ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. അത് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. ഇനി ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ കണ്ടോ, പെട്ടെന്ന് അപ്പോൾ നമുക്ക് കണ്ടോ, പെട്ടെന്ന് നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ ഈ ഒരു വിജാവിൻ്റെ സൈഡ് എന്ന് പറയുന്നത് കണ്ടോ, ഇതുപോലെ സൗണ്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ കുറച്ച് വാസ്ലിന് തേച്ച് കൊടുക്കാം കേട്ടോ. വാസ്ലിന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അടയ്ക്കാനും തുറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ബാഗിൽ മാത്രമല്ല, നമ്മുടെ കുടയിലും ഇതുപോലെ തന്നെ തുറക്കാനോ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് കുടൻ്റെ ആ ഇല്ലി ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് വാസന ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് തുറക്കാനോ അടക്കാനോ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് തീർച്ചയായും ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, കോൾ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ സെല്ലോ ടാപ്പ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ബാലൻസ് അല്ല അതിലുണ്ട്, അപ്പോൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. കണ്ടോ, ഇതുപോലെ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫോൺ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ, അതുപോലെ സ്റ്റേണായി നിന്നോളൂ. അപ്പോൾ ഇതുപോലെ വട്ടുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് എത്ര വേണമെങ്കിലും മാറ്റി കൊടുക്കാനൊക്കെ സ്ക്രോൾ ചെയ്യാനൊക്കെ സുഖമാണ്. ഇത് പിന്നിലേക്ക് വീകുന്നില്ല, പേടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതില്ലാത്തവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അടിഭാഗത്ത് 2-3 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കിച്ചൻ്റെ കൗണ്ടറിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് സ്റ്റേണായി നിന്നോളൂ കേട്ടോ. ഈ അടിഭാഗത്ത് 2-3 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.